അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹ്. പ്രിയ സുഹൃത്തുക്കളെ, നമുക്കെല്ലാവർക്കും സമ്പത്ത് ആവശ്യമാണല്ലോ. ഈ ദുനിയാവിൽ പൈസ ആവശ്യമാണ് നമുക്ക് ജീവിക്കാനായിട്ട്. അപ്പോൾ ഒരുപാട് വലിയ പണക്കാരാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ നമ്മൾ ആഗ്രഹിക്കേണ്ടത്, നമുക്ക് പടച്ച റബ്ബ് തന്ന പൈസ നമുക്ക് കിബിറ് കളിക്കാനല്ല പടച്ച റബ്ബ് തരുന്നത്. നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റിയിട്ട് അതിലും അധികം സമ്പത്ത് പടച്ച റബ്ബ് തന്നെങ്കിൽ അത് പാവപ്പെട്ടവർക്ക് സഹായിക്കാനുള്ള, അവർക്ക് അവകാശമുള്ള സമ്പത്താണ്. നിങ്ങൾക്ക് സമ്പത്ത് പടച്ച റബ്ബ് തന്നെങ്കിൽ നിങ്ങൾ അഹങ്കരിക്കരുത്. അത് പടച്ച റബ്ബ് നമുക്ക് തന്നു നോക്കുന്നതാണ്. നമ്മൾ ആ സമ്പത്ത് കൊണ്ട് എന്താണ് ചെയ്യുന്നത്? നമുക്ക് കുറച്ച് പൈസ ഉണ്ടാകുമ്പോൾ നമുക്ക് പടച്ച റബ്ബിന് ഓർമ്മയില്ല. 5 വക്ത് നിസ്കാരം കറക്റ്റ് നിസ്കരിക്കാനും സമയമില്ല, അതുപോലെ ദിക്റ് ചെല്ലാനും സമയമില്ല. ഇങ്ങനെ തിരക്കിട്ടുള്ള ജീവിതമായാൽ നമുക്ക് ഈ ദുനിയാവ് മാത്രമാണ് ഉണ്ടാവുക. നാളെ പരലോകം നമുക്ക് കിട്ടുകയില്ല. സമ്പത്തുണ്ട് എന്ന് വെച്ചിട്ട് നമ്മൾ അഹങ്കരിക്കേണ്ട ആവശ്യമില്ല. ചില നബിമാർക്കൊക്കെ പണ്ടുള്ള ഒരു കാലത്തും പടച്ച റബ്ബ് യജമാനന്മാരാക്കുകയും അതുപോലെ ഒരുപാട് സമ്പത്ത് കൊടുക്കുകയും രാജാക്കന്മാരാക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അവരൊക്കെ പടച്ച റബ്ബിനെ ഓർമ്മിച്ചിട്ട് നല്ല രീതിയിൽ ദിക്റ് ചൊല്ലുകയും നിസ്കരിക്കുകയും ഒക്കെ ചെയ്ത് കിബിറില്ലാത്ത ജീവിതമായിരുന്നു. അതുപോലത്തെ ഒരു ജീവിതമാണ് നമുക്കും വേണ്ടത്. സമ്പത്തുണ്ടെങ്കിൽ കിബിറ് കളിക്കരുത്, കിബിറ് ഉണ്ടാവരുത്. ഒരു കടുമണി തൂക്കം പോലും നമ്മുടെ കൽബിൽ കിബിറ് പാടില്ല. നമ്മൾ മറ്റുള്ളവരെ സഹായിക്കുക, നമുക്ക് വേണ്ട കാര്യങ്ങളും ചെയ്യുക. അതിനു വേണ്ടിയാണ് നമുക്ക് പടച്ച റബ്ബ് സമ്പത്ത് തരുന്നത്. ഈ ഒരു സമ്പത്തിനേക്കാളും വലിയൊരു നിധിയാണ് ഞാൻ നിങ്ങൾക്ക് ഈ പറഞ്ഞു തരുന്ന ദിക്റ്. ഈ ഒരു ദിക്റില്ലേ, നമുക്ക് എത്ര സമ്പത്തുണ്ടെങ്കിലും നമ്മൾ ഈ ഒരു ദിക്റ് ചൊല്ലിക്കഴിഞ്ഞാൽ അതിലേറെ സമ്പത്ത് നമുക്ക് ഈ ദുനിയാവിലും കിട്ടും, നാളെ ആഖിറത്തിലും കിട്ടും. അതിലേറെ മൂല്യമുള്ള പടച്ച റബ്ബിനെ ഇഷ്ടപ്പെടുന്ന ഒരു ദിക്റാണ് സുബ്ഹാനല്ലാഹ്. സുബ്ഹാനല്ലാഹ് നമ്മൾ ഈ ഒരു ദിക്റ് നമ്മൾ പതിവാക്കുക, നമ്മൾ ചൊല്ലുക, നമ്മൾ പതിവാക്കുകയും ചെയ്യുക. നമ്മൾ എന്ത് കാര്യം പറയുമ്പോഴും മറ്റുള്ളവരെ കുറിച്ച് നല്ല വാക്ക് പറയുകയാണെങ്കിലും, അവരുടെ സമ്പത്തിനെ കുറിച്ച് പറയുകയാണെങ്കിലും, അവരുടെ നന്മയെക്കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിലും നമ്മൾ സുബ്ഹാനല്ലാഹ് കൂട്ടി പറയണം. സുബ്ഹാനല്ലാഹ് എന്ന് നമ്മൾ പറയണം. ആ പറയുന്നതിലൊരു റാഹത്തുണ്ടാവും, കണ്ണീർ തട്ടില്ല. നമ്മുടെ വാക്കുകൊണ്ട് അവർക്കൊരു പ്രയാസമുണ്ടാവില്ല. അവരുടെ സമ്പത്തിനേക്കാളും നമുക്ക് പുണ്യം കിട്ടുക ഈ ഒരു സുബ്ഹാനല്ലാഹ് കൂട്ടി പറയുമ്പോൾ സുബ്ഹാനല്ലാഹ്ക്കാണ്. സുബ്ഹാനല്ലാഹ് ഈ ഭൂമിയിൽ ഒരുപാട് പ്രതിഫലം കിട്ടുന്ന ഒരു ദിക്റാണ്, അള്ളാൻ്റെ മുന്നിൽ സ്ഥാനം കിട്ടുന്ന ഒരു ദിക്റാണ്. അതുകൊണ്ട് ഒരു ദിവസം നിങ്ങൾക്ക് കഴിയുന്നത് 100 അല്ലെങ്കിൽ 33 നിങ്ങൾ ചൊല്ലുക ഡെയിലി. നമ്മൾ ഈ ഒരു ദിക്റ് പതിവാക്കി കഴിഞ്ഞാൽ അതിനുള്ള പ്രതിഫലം നമുക്ക് പതിയെ നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ച് തുടങ്ങാനായിട്ട്, നമുക്ക് അനുഭവിക്കാനായിട്ട് കഴിയും. അതുപോലെ ധാരാളം ഇസ്തിഗ്ഫാർ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അധികരിപ്പിച്ചിട്ട് പടച്ച റബ്ബിനോട് ദുആ ചെയ്യുക. നമ്മുടെ സാമ്പത്തിക പ്രയാസങ്ങളെല്ലാം പടച്ച റബ്ബ് അറിഞ്ഞുകൊണ്ട് തുടച്ചു മാറ്റി തരും. സമ്പത്ത് വർദ്ധിക്കും. ഇസ്തിഗ്ഫാർ കൊണ്ട് ഒരുപാട് പേർക്ക് ആഗ്രഹങ്ങൾ നിറവേറ്റി കിട്ടിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മുടെ ജീവിതത്തിലുള്ള പ്രയാസവും ഇസ്തിഗ്ഫാർ കൊണ്ടും സുബ്ഹാനല്ലാഹ് കൊണ്ടും മാറിക്കിട്ടും. അത് ഉറപ്പാണ്. പടച്ച റബ്ബിനോട് ചൊല്ലിയിട്ട് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുക. ഇൻഷാ അല്ലാഹ് ഉറപ്പായിട്ടും കാര്യങ്ങൾ നടന്ന് കിട്ടും. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം. അസ്സലാമു അലൈക്കും.